ഈശോയെ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഈ ഞായറാഴ്ച ധ്യാനിക്കുക. ക്രിസ്തു ശിശുക്കുണ്ടാകേണ്ട ചില ഗുണഗണങ്ങളെ പറ്റിയിട്ടാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കർത്താവ് ചെമ്മരിയാടുകൾ എന്ന പോലെ ശിഷ്യന്മാരെ അയക്കുകയാണ്. പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ, ഒരു ലോകത്തിൽ ഈശോ നമ്മെ അയക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഗുണങ്ങളെപ്പറ്റി കർത്താവ് പറയുകയാണ്. സർപ്പങ്ങളെപ്പോലെ വിവേകികളാകണം, പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരാകണം. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? പഴയ നിയമ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ റബ്ബിമാരുടെ പഠനങ്ങളിലും സർപ്പവും പ്രാവും അതൊരു കോൺട്രാസ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. സർപ്പത്തെപ്പറ്റി പറയുമ്പോൾ അത് ഷ്രൂഡാണെന്നാണ് പറയുന്നത്. അത് മുൻകൂട്ടി കണ്ട് പെരുമാറുന്നു. ആപത്തുകൾ കണ്ടാൽ സർപ്പം സാധാരണയായിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്ന വിവേകം. അത് ഒരിക്കലും ഒരു സൂത്രശാലിയുടെ, ഒരു കൗശലക്കാരൻ്റെ പദ്ധതിയല്ല. വേണ്ടതുപോലെ ചെയ്യാൻ ഉള്ള ആ ഒരു മനസ്സിൻ്റെ ധാരണയാണ് വിവേകം. പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കുക. പ്രാവുകൾ നമുക്കറിയാം, നൈർമല്യത്തിൻ്റെ ഒരടയാളമായിട്ടാണ് പ്രാവുകൾ സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. കുറെ കൂടി ലാളിത്യത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ വരിക. പക്ഷെ അതേസമയം തന്നെ അത് ശുദ്ധഗതിയായിട്ട് മനസ്സിലാക്കരുത്, അജ്ഞതയായിട്ട് മനസ്സിലാക്കരുത്. പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധഗതിക്കാരായി പലപ്പോഴും മണ്ടത്തരങ്ങളിൽ ചെന്നുപെടുന്ന അവസ്ഥയല്ല കർത്താവ് ഉദ്ദേശിക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ചിലർ നമ്മൾ കാണാറുണ്ട്, എല്ലാത്തിലും തലയിടുന്ന പ്രകൃതം, ഒന്നും പൂർത്തിയാക്കാൻ സാധിക്കാത്ത രീതികൾ. ചിലർക്ക് വെറുതെ വഴക്കുണ്ടാക്കാൻ തക്കം നോക്കി നടക്കുന്നവർ. വേറെ ചിലരാണെങ്കിൽ രണ്ടാമത്തെ ആ ഗണത്തിൽപ്പെടുന്ന രീതിയിൽ തീർത്തും അലസരായി കഴിയുന്നവർ, ഒന്നിനും ഒരു ഇനീഷ്യേറ്റീവും എടുക്കാത്തവർ. ശുദ്ധഗതിയുടെ പേരിൽ അല്ലെങ്കിൽ നല്ലത് വരണം എന്നൊക്കെ പുറത്തേക്ക് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും വീണ്ടും വിചാരമില്ലാത്തതിൻ്റെ പേരിൽ ആപത്തുകളിൽ ചെന്നുപെടുന്നവർ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം, ഈ വിവേകവും ഈ നിഷ്കളങ്കതയും നമുക്കുണ്ടാകാനായിട്ട്. രണ്ടാമത്, കർത്താവ് ഈ സുവിശേഷം നമുക്ക് നൽകുമ്പോൾ പറയുന്നത് സഭ എന്നും സാക്ഷ്യം നൽകുന്ന സഭയാകണം, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സഭയാകണം. തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്തിൽ നമുക്കറിയാം, സഹനങ്ങളേറെ സഭ നേരിടുന്നുണ്ട്, ഉള്ളിൽ നിന്നും പുറത്തു നിന്നും. പല തീവ്രവാദികളുടെയും സഭയ്ക്കെതിരെ വിദ്വേഷം വമിപ്പിക്കുന്നവരുടെയൊക്കെ എതിർപ്പുകൾ സഭയ്ക്ക് ഏറെ തളർച്ചയുണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉള്ളിൽ നിന്നുള്ളവരുടെ ചിലപ്പോൾ ദുർമാതൃകയാകാം, ചിലപ്പോൾ പിളർപ്പാകാം, യേശുവിന് വേണ്ടി എന്ന പേരിൽ നടത്തുന്ന വഴക്കുകളാകാം. ഇതൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. സഹനത്തിന് കാരണം നിങ്ങൾ ആരാണെന്ന് ഉള്ളതല്ല, ക്രിസ്തുവുമായുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്. അതുകൊണ്ടാണ് ഈ സഹനങ്ങൾ നേരിടേണ്ടി വരുന്നത്. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകേണ്ട സഭയാണ് നമുക്ക് ആവശ്യം, ഈശോ ആഗ്രഹിക്കുന്നത്. പ്രവാചക ദൗത്യം മറന്നു പോകുന്ന സഭയല്ല. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇറ്റ് ഈസ് ഈസി ടു കംഫർട്ട് ദാൻ ടു കൺഫ്രണ്ട്. പ്രശ്നങ്ങളെ
പ്രത്യേകിച്ച് സാമൂഹ്യ തിന്മകളെ ശക്തമായി എതിർക്കുകയും അവയോട് കൂട്ടുചേർന്ന് നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യുക സഭയുടെ പ്രവാചക ദൗത്യത്തിൽപ്പെട്ടതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ഭയത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും പേരിൽ നമ്മുടെ പ്രവാചക ധീരത മറക്കുന്നു. കർത്താവ് നമുക്ക് വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. മൂന്നാമത് നമ്മളവിടെ മനസ്സിലാക്കുക, ഈശോ നേരിട്ട വലിയ ഒരു ആരോപണമാണ്. 25-ാം വാക്യത്തിൽ യഹൂദന്മാർ പലരും യേശുവിനെ ബേൽസബൂൽ, പിശാചിൻ്റെ തലവനാണ് യേശു എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. നമ്മളത് 9-ാം അധ്യായത്തിൽ 32 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്നാണ് ചില യഹൂദന്മാർ പറഞ്ഞിരുന്നത്. 12-ാം അധ്യായത്തിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള വിശദമായ പ്രതിപാദനം നമ്മൾ കാണുന്നുണ്ട്. 22-ാം വാക്യം മുതൽ. അപ്പോൾ എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ബേൽസബൂൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഈ പദം വരുന്നുണ്ട്. ബാൽ രാജകുമാരൻ എന്ന് ഇതിനൊരു അർത്ഥമുണ്ട്. പിശാചുക്കളുടെ തലവൻ എന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ചിലർ കൊടുക്കുന്ന അർത്ഥം ഭവനത്തിൻ്റെ തലവൻ എന്നുള്ള അർത്ഥമാണ്. യഥാർത്ഥത്തിൽ തിന്മയുടെ ഭവനത്തിൻ്റെ തലവനാണ് ബേൽസബൂൽ. യഹൂദന്മാർ രക്ഷയുടെ ഭവനത്തിൻ്റെ നാഥനായ യേശുവിനെ ഈ തിന്മയുടെ നാഥനായിട്ട് അവർ കാണുകയാണെങ്കിൽ അവർക്ക് രക്ഷയ്ക്ക് ഒരവസരവും സാഹചര്യവും ഒരുങ്ങുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചുവരവിന് സാധ്യതയില്ല. കാരണം യേശുവിനെ തന്നെ അവർ ബേൽസബൂലിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അവതാരമായിട്ടൊക്കെയാണ് കാണുക. നമ്മുടെ ജീവിതത്തിൽ തിന്മയും നന്മയും ഏതാണെന്ന് തിരിച്ചറിയാനും നന്മയോടൊപ്പം നിൽക്കാനും നമുക്ക് സാധിക്കണം. ആ നന്മ യേശുവാണ്. നന്മയുടെ പൂർണ്ണത യേശുവിലാണ്. ആ യേശുവിനോടൊപ്പം നിൽക്കാനുള്ള കൃപയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇന്നത്തെ ലോകത്ത് ഇത് രണ്ടും കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. തിന്മയെ നന്മയായിട്ട് വ്യാഖ്യാനിക്കാനാണ് പലർക്കും ഇഷ്ടം. പലരും പരിശ്രമിക്കുന്നത്. അവിടെ തിന്മയെ വ്യക്തമായിട്ട് അതിൻ്റെ എല്ലാ അജണ്ടകളോടും കൂടി ഉപേക്ഷിക്കാൻ കർത്താവ് നമ്മളോട് പറയുകയാണ്. നമ്മുടെ വ്യക്തിപരമായും സഭാപരമായുമുള്ള നമ്മുടെ സാക്ഷ്യത്തിന് ആവശ്യമായ ചില കാര്യങ്ങളാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.